ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 എക്സാമിന് വേണ്ടി ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. SSC CGL അച്ചീവേഴ്സ് ബാച്ച് എന്ന നെയിമിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കൊണ്ടുപോവുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് നിങ്ങൾ ഓൾറെഡി CHSLന്റെ ക്രാഷ് കോഴ്സ് കണ്ടിരിക്കും. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ് ചെയ്യുമെന്ന് തുടക്കത്തിൽ ക്രാഷ് കോഴ്സിന് തുടക്കത്തിൽ പറഞ്ഞു. എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്തു. അതിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിൽ നിന്നും മിനിമം 20ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾക്ക് അത് കണ്ടവർക്കെല്ലാം അതിന്റെ യൂസ് നിങ്ങളുടെ CHSL എക്സാമിനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ CGL എക്സാമിനെ സീരിയസ് ആയിട്ട് കാണേണ്ട സമയം വന്നിരിക്കുന്നു. നമുക്ക് ഏകദേശം ഒരു രണ്ടര മാസം കൊണ്ട് നമുക്ക് ആ ഒരു എക്സാം വരുന്നതായിരിക്കും. ഇപ്പൊ CGL ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു 8 മാസം മുന്നേ തന്നെ CGLന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ, കണ്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിൽ കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ CGL 2024 വേണ്ടി അച്ചീവേഴ്സ് ബാച്ച്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇലക്ഷന്റെ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് വീണ്ടും അവിടുന്ന് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരുപാട് ഡൗട്ട് നിലനിന്നിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും, ഇലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ എല്ലാ ഡൗട്ടുകളും ആ ഒരു ക്ലാസ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ CGL അച്ചീവേഴ്സ് ബാച്ചിന്റെ ഫസ്റ്റ് ക്ലാസ് അതായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററിലും ഏകദേശം 2 ക്ലാസ് വെച്ച്, ഒരു ചാപ്റ്ററിന് 2 ക്ലാസ് വെച്ച്, അഡ്വാൻസ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ക്ലാസ്സുകൾ വെച്ച് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സുകൾ കാണുന്നത്, നമ്മുടെ ചാനലിലെ മാത്സ് ക്ലാസ്സുകൾ CGLന് വേണ്ടി കാണുന്നത്, അല്ലെങ്കിൽ CGLന്റെ ക്ലാസ്സുകൾ ബാക്കി സബ്ജക്റ്റും എല്ലാം കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മുന്നേ ഉള്ള ക്ലാസ്സുകൾ കാണുന്നത്. നിങ്ങൾ യൂട്യൂബ് എടുക്കുക, ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക, അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് പോകാം. അപ്പൊ അതിൽ ഒരുപാട് പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും CHSLന്റെ ഫ്രീ കോഴ്സ് എന്ന് പറയുന്ന ഇതിൽ തന്നെ ഉള്ള മാത്സ് ക്ലാസ്സുകൾ. അത് നിങ്ങൾക്ക് CGL ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതെടുത്ത് എല്ലാ ചാപ്റ്ററും എടുത്ത് റിവൈസ് ചെയ്യാൻ പറ്റും. അതിലൊരു 20ഓളം ക്ലാസ്സുകളുണ്ട് മാത്സിന് മാത്രം. അത് എത്ര 10 മണിക്കൂർ കൂടുതലുള്ള ക്ലാസ്സുകളുണ്ട്. CGL 2024 റാങ്ക് മേക്കിംഗ് സീരീസ്, ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഇനി ഞാൻ CGLന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, നമ്മൾ CGLന്റെ ബാച്ച് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ RPF അടുത്തതായിട്ട് വരുമ്പോൾ ഇതില് CGL 2024 അതിനകത്ത് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. മാത്സിന്റെ തന്നെ, ഞാൻ മാത്സിന്റെ കാര്യം പറയുന്നു. മാത്സിന്റെ ഇവിടെ മുതൽ ഇൻട്രൊഡക്ഷൻ മുതൽ ഒരുപാട് ക്ലാസ്സുകൾ, ജിബ്ര, പെർസെന്റേജ്, റേഷ്യോ, എല്ലാം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ജോമെട്രി, എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണും. ഇതിൽ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ട് സെറ്റ് ആക്കിയേ പറ്റും. ഓക്കെ, പിന്നെ ബാക്കി ക്ലാസ്സുകൾ ഇത് CGL 2023 വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ് ആണ്. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഒക്കെ ലെവലിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മാത്സിന്റെ ഒരുപാട് 10 ക്ലാസ്സുകൾ ഇതിൽ തന്നെ കിടപ്പുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണാത്തവരെടുത്ത് കാണുക. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. CGL 2023 പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ആവും എന്താണ് SSC എക്സാം, എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, എന്താണ് നമ്മളുടെ ലെവൽ, നമ്മൾ എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഞാൻ എല്ലാ ക്ലാസ്സിലും ഈ കാര്യം പറയില്ല, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അങ്ങനെ പ്ലേലിസ്റ്റ് വഴി നിങ്ങൾക്ക് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിന്റെ പേരടിച്ചിട്ട് ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ് വരുന്നതായിരിക്കും. ഇപ്പൊ പെർസെന്റേജിന്റെ ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ ദിശ അക്കാഡമി പെർസെന്റേജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ക്ലാസ് എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ CGLന്റെ ഓൺലൈൻ കോഴ്സിന്റെ ഒരുപാട് പേര് എൻറോൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾ ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിലുള്ള ക്ലാസ് എടുത്ത് സെറ്റ് ആക്കാവുന്നതാണ്. ബാക്കി ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്നും കാണാവുന്നതാണ്. അടിപൊളിയായിട്ട് മാത്സ് ഒക്കെ നിങ്ങൾ ഫൗണ്ടേഷനും ഇതിൽ തരുന്നുണ്ട്. ഫൗണ്ടേഷൻ പ്ലസ് CGLന്റെ ആ ക്ലാസ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും വാങ്ങാൻ പറ്റും. ഇപ്പോൾ പ്രോ ലെവലിലുള്ള ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇച്ചിരി നല്ല ലെവലിലുള്ള, ഇപ്പൊ നമ്മൾ അച്ചീവേഴ്സ് ബാച്ചിലൂടെ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. അപ്പോൾ അച്ചീവേഴ്സ് ബാച്ചിൽ ഇത് ഓഫ്ലൈൻ അക്കാഡമീസിന്റെ ഡീറ്റെയിൽസ് ആണ് കൊല്ലത്തും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അച്ചീവേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യാസം എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ CGLന്റെ നോർമൽ ബാച്ച് കംപ്ലീറ്റ് ആയിരുന്നു പറഞ്ഞാൽ പ്രീ പ്ലസ് മെയിൻസ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ബിഗിനേഴ്സ് സ്റ്റാർട്ട് മുതൽ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ ബാച്ചും CGL ബാച്ചും അതൊക്കെ പഠിക്കണം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ. അത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ യൂട്യൂബിലെ ക്ലാസ്സിലും കാണണം. ഇനി കുറച്ച് ഒരു ലെവൽ ഞാൻ പറഞ്ഞു, നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രിലിംസ് കടക്കുക എന്നുള്ളൊരു രീതിയിലല്ല പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കട്ട് ഓഫ് കടന്ന് ജോലി കിട്ടുക എന്നുള്ള ഒരു കടമ്പയിലേക്ക് കയറാനുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ അച്ചീവേഴ്സ് ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന്
വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ കണ്ടാൽ അറിയാം. ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. പ്രീവിയസ് വന്നിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയതും ആയ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു അച്ചീവേഴ്സ് ബാച്ചിന്റെ ക്വസ്റ്റ്യൻസിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കും വിത്ത് എക്സാം മെത്തേഡിൽ. അതും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ആയിട്ടുള്ള CGL വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ച് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ അച്ചീവേഴ്സ് ബാച്ചിൽ യൂട്യൂബിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റ് ആയിട്ട് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും വായിക്കാൻ ഞാൻ കുറച്ച് സമയം തരാം. ഓക്കെ, അപ്പൊ ഞാൻ ചിലതിനകത്ത് ഓപ്ഷൻ എഴുതിയിട്ടില്ല. ഓപ്ഷൻ എഴുതുന്ന സമയം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈമായിട്ട് എടുക്കാം. മാക്സിമം നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അതിന് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പെർസെന്റേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്ത് ബേസിക് ക്ലാസ്സുകൾ മസ്റ്റ് ആയിട്ടും കാണണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫാസ്റ്റ് ആയിട്ട് തോന്നും, എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമന്റുകൾ തന്നെ വായിച്ചാൽ അറിയാം എത്രത്തോളം പേർക്ക് മാത്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സുകളും നന്നായിട്ട് കണ്ടുവരും. ക്വസ്റ്റ്യൻ നോക്കും. ഓൾ അഗ്രിഗേറ്റ് ഓഫ് 36% of total marks is required to pass an examination and 84% to get the first class with the distinction. A student scored ഇത്രയും മാർക്ക് and failed by 16 marks. How many marks? ഇപ്പൊ ഞാൻ അവിടെ ആ ഒരു പെയ്ഡ് ബാച്ചിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഒരു ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഇപ്പോഴത്തെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള CGL ബാച്ചിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിക്കണം, അത് ബേസിക് ക്ലാസ് ഫൗണ്ടേഷൻ ക്ലാസ് കണ്ടവർക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് നല്ലൊരു ഡെമോ ക്ലാസ് കാണും. ഓക്കെ, അപ്പൊ അതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കണം, എങ്ങനെ ചെയ്യണം എന്നാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ചെയ്യാം. ഹൗ മച്ച് മാർക്സ് ഷുഡ് ദ സ്റ്റുഡന്റ് സെക്യൂർ ടു ഗെറ്റ് ദ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. ഇവിടെ പറയുന്നു 36% വേണം പാസ് ചെയ്യാൻ, 84% ഫസ്റ്റ് ക്ലാസ് വേണം. ഫസ്റ്റ് ക്ലാസ്സിന് 84% വേണം. ഒരു സ്റ്റുഡന്റ് 398 മാർക്ക് വാങ്ങിയിട്ട് 16 മാർക്കിന് തോറ്റുപോയി. അതിന്റെ അർത്ഥം 16 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പാസ്സായാണ്. 318 16 കൂട്ടുമ്പോൾ 408 414. അപ്പൊ 414 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36% ഓഫ് ടോട്ടൽ മാർക്ക്. 36% എന്ന് പറഞ്ഞാൽ 36% ടോട്ടൽ മാർക്കാണ്. നമുക്ക് 414 എന്ന് പറയുന്നത് നമുക്ക് എന്താ വേണ്ടുന്നത്? ഹൗ മച്ച് മാർക്ക് ഷുഡ് ദ സ്റ്റുഡന്റ് സെക്യൂർ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. എത്രയാണ്? 84% ഓഫ് ടോട്ടൽ വേണം. പെർസെന്റേജ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എത്രയാണ് ഇത്? 36 ഗുണം എത്രയാണ് ഈ കിടക്കുന്നത്? 36 നമുക്ക് ഇത് 9 വിടാം. 18 വെച്ച് കിട്ടുമ്പോൾ 2, 18 വെച്ച് കിട്ടുമ്പോൾ 18, 2 36 പിന്നെ 3. ഓക്കെ, 54/18. ഓക്കെ, 2 വെച്ച് കിട്ടുമ്പോൾ 42, 42 × 23, 6 അവസാനിക്കും. എല്ലാ 6 തന്നെ അവസാനിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 42 3, 42 23. എങ്ങനെ? 23 2 46 4, 24 92 4 96 966. ഓപ്ഷൻ ഞാൻ ആൻസർ മാർക്ക് ചെയ്യാം. ടി നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ വരെ വന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഡിസം ചെയ്യാം. 3 മൾട്ടിപ്പിൾ 6 ഉണ്ട്. ഓക്കെ, ഇത് 6 മൾട്ടിപ്പിൾ ചുമ്മാ ചെക്ക് ചെയ്യേണ്ട, മൾട്ടിപ്ലൈ കണ്ടുപിടിച്ചാൽ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ മിനിമം ലെവൽ ഇതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ ആൻസർ പറഞ്ഞേ. ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്കും ആൻസർ പറയണം. ഓരോ ക്വസ്റ്റിനും നല്ല ഇൻട്രസ്റ്റോടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, 55B. ഇപ്പൊ ഞാൻ ഉറപ്പ് തരാം, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഒരു 5 ക്ലാസ് നിങ്ങൾ മെനക്കെട്ടാൽ മതി. ബാക്കി നിങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് എത്ര നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അപ്രോച്ചിൽ കാണാൻ കഴിയും. ഇതിന്റെ ഉറപ്പാണ്. ഓക്കെ, B 45, C 42. ഡെയിലി മാത്സിന്റെ എക്സസൈസ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, 60. ഓക്കെ, സമയം കഴിഞ്ഞു. നമുക്ക് ചെയ്ത് നോക്കാം. If x plus 25% of 270 is 20% more than x percentage of 240, then 12% of ഇത് what percentage more than ഇങ്ങനെ കുറെ എക്സും വൈ ഒക്കെയാണ്. എക്സിന്റെ വാല്യൂ ആണ്. എക്സ് അറിയാതെ ഒരു പരിപാടി നടക്കുന്നത്. ഈ 20% മോർ എന്ന് കാണുമ്പോൾ തന്നെ 20% 1/5 ആണ്. 1/5 കൂടുതൽ എന്ന് പറഞ്ഞാൽ 6/5 ആണ്. ഓക്കെ, 6/5 ആണ്. മോർ ദാൻ എക്സ് പെർസെന്റേജ് ഓഫ് 240. ഇപ്പൊ എക്സ് പെർസെന്റേജ് ഓഫ് 240ക്കായും 20% കൂടുതലാണ്. 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ 6/5 ആണ് ഫ്രാക്ഷൻ. ഇതൊക്കെ പെർസെന്റേജിന്റെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1/5 ആണ്, 1 കൂടുതൽ 6/5 ആണ്. അപ്പൊ എന്തായിരിക്കും 6 എന്ന് പറയുന്നത്? ഇതാണ് കൂടുതൽ. ഇത് കൂടുതലാണ് 20% ഇതിനേക്കാൾ. അപ്പൊ ഇത് ഡിനോമിനേറ്റർ വരുന്ന കാര്യം, ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ വരുന്നത്. ഇതാണ് കൂടുതൽ എന്തിനേക്കായി? ഇതിനേക്കായി. ഇതിന്റെ വാല്യൂ 6 യൂണിറ്റ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 5 യൂണിറ്റ് ആണ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും കാര്യത്തിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ എഴുതാൻ പറ്റും. ഇനി 25 x plus 25% ഓഫ് 270. ഞാൻ x plus 25 എഴുതുന്നു. പെർസെന്റേജ് മേളിലും താഴെയും കാണും. ഓഫ് 270 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 270 ആണ്. 270 ഡിവൈഡ് ബൈ ഇത് 6 യൂണിറ്റ് ആണെങ്കിൽ എക്സ് പെർസെന്റേജ് ഓഫ് പെർസെന്റേജ് മേളത്തെ താഴത്തെ എഴുതിയില്ല. 240 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ വേണം. ഇതും പോയി 3 വെച്ച് കിട്ടുമ്പോൾ ഇത് 9, ഇത് 8. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ 9x. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ 9x വരും. ഇവിടെ 3 അല്ലേ വെച്ച് 3 വെച്ച്. ഇവിടെ 8x വരും.
8x ഇൻറ്റു 6. ഓക്കെ, 8x 8 48x അല്ലേ? 8x 6 ഗുണം 8x 48x. 48xും ഇവിടെ 9xും എന്ന് പറഞ്ഞാൽ 48 നിന്ന് 9 കുറയ്ക്കുമ്പോൾ 39x അല്ലേ? 39x എന്ന് പറഞ്ഞാൽ 39 വരുന്നു. അതെ, ഓക്കെ, 48ഉം 9ഉം ഓക്കെ, 39x റൈറ്റ് സൈഡിൽ വരും. യെസ്, ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? 9 ഗുണം 25 225. ഓക്കെ, അല്ലല്ല, 45 ഗുണം ഇവിടെ 5 ഇങ്ങോട്ട് പോകും. ഓക്കെ, അത്രേ ഉള്ളൂ. 45 ഗുണം 25. 45 ഗുണം 25. വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഈ 5 കൂടി ഇങ്ങോട്ട് പോയായിരുന്നു. ഓക്കെ, ഇവിടുത്തെ ഈ 5 ഇങ്ങോട്ട് പോയായിരുന്നു. 45 ഗുണം x ആണ്. 45x ആണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, ഇപ്പൊ എക്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ എക്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 8x 6x 48x ആയി. ഇവിടെ എന്ത് വരും? 5 ഇങ്ങോട്ട് പോകും. ഇപ്പൊ 45x ഇവിടെ വരും. 45x ഉണ്ട്. ഇപ്പൊ 48xും റൈറ്റ് സൈഡിൽ, 45x ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ വരുമ്പോൾ 3x ആവും. 48 മൈനസ് 45. 3xന്റെ വാല്യൂ എന്ത് കിട്ടും? ഇവിടെ 45 ഗുണം 25 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ 3 വെച്ച് കിട്ടുമ്പോൾ ഇത് 15 ഗുണം 25. എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 375 കിട്ടി. 250 125 375 കിട്ടി. എക്സിന്റെ വാല്യൂ 375 ആണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? ദെൻ 12% ഓഫ് എക്സ് പ്ലസ് 125. എക്സ് പ്ലസ് 125 എന്ന് പറഞ്ഞാൽ 175 അധികം 125 500. 500ന്റെ 12%. 500ന്റെ 1% 5 ആണ്. ഇതെല്ലാം നമ്മൾ ബേസിക് ക്ലാസ് പഠിച്ചാണ്. 1% 5 ആണെങ്കിൽ 15% 12% 60 ആണ്. അപ്പൊ 60 ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ 10% ഓഫ് എക്സ്. 10% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 37. ഒരു സ്ഥാനം മാറ്റി പോയിട്ടാൽ മതി. അപ്പൊ 37 എത്ര കൂടുതലാണ് 60 എന്ന് പറയുന്നത്? അപ്പൊ എത്ര കൂടുതലായിരിക്കും? എത്ര കൂടുതൽ ഇവിടെ? 2.5 കൂടെ ആകുമ്പോൾ 40. 22 കൂടുതൽ. 22 കൂടുതലാണ് 37. ഇപ്പൊ 22 37 എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ 50% കൂടുതല അല്ലെ? 37 50% എന്ന് പറഞ്ഞാൽ 18 സംതിങ് ആണ്. അതിൽ 50 കൂടുതല. 50 കൂടുതലുള്ള ഈ രണ്ട് ഓപ്ഷൻ 50 കൂടുതലല്ല. പിന്നെ ഈ 55 60 ഉണ്ട്. 55 60 ഉണ്ട്. നോർമലായിട്ട് 22 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് 22/37 ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ? 50% 2 ഉണ്ട്. പിന്നെ അതിനകത്ത് 3ന്റെ മൾട്ടിപ്പിളും കാണും അല്ലേ? 225ലും 9 ഉണ്ട്. 325-നകത്ത് 9 ഇല്ല, 3 ഉണ്ട്. ഇപ്പം ആൻസറിനകത്ത് 3ന്റെ മൾട്ടിപ്പിൾ കാണും. 50% കൂടുതലായിരിക്കും ഓപ്ഷൻ ഡി. ഞാൻ ചെയ്ത മനസ്സിലായി അങ്ങനെയാണ്. നമുക്ക് ചെയ്യേണ്ട എന്താ? 22.5 ഡിവൈഡഡ് ബൈ 37 ഇൻറ്റു 100 അല്ലെങ്കിൽ 22 37 എത്ര പെർസെന്റേജ്? നമ്മൾ വെട്ടിക്കളയുമ്പോൾ 25 വെച്ചിട്ടുമ്പോൾ 25 ഗുണം 9 25 ഗുണം 15 ആണ്. 9/15 എന്ന് പറഞ്ഞാൽ 3/5 ആണ്. 60% ഉണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്തത്? 60% കിട്ടും. എങ്ങനെയാണ് ഇത് മനസ്സിൽ തന്നെ ചെയ്തത്? കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് 22.5 ഡിവൈഡ് ബൈ 37 ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ട്? 9 ഉണ്ട്. 3 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ ഒരു 3 ബാക്കി നിൽക്കും. ഇവിടെ ഒരു 3 ഉള്ളൂ. 7 3 12 3 15. ഇത് വെട്ടുമ്പോൾ അവസാനം എന്തായാലും ആൻസറിനകത്ത് എന്ത് കാണും? 3 കാണും. ആൻസറിനകത്ത് 3 കാണും. ആൻസർ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. എന്നാൽ 50% കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയൊരു 2 സെക്കൻഡിന്റെ മേൽക്കോയ്മേ നിങ്ങൾക്ക് തരത്തുള്ളൂ, അല്ലെങ്കിൽ 2-3 സെക്കൻഡ് കൂടുതലേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ലാഭം തരത്തുള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ പഴയ ക്ലാസ്സിൽ ഇതിലും സ്പീഡിലായിരുന്നു നിങ്ങൾക്ക് പറയുന്നത്. ഇതിലും സ്പീഡിലായിരുന്നു ഞാൻ ക്വസ്റ്റൻ ചെയ്യുന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരുപാട് സ്പീഡിൽ പറഞ്ഞാലും നിങ്ങൾക്കത് അതിന്റെ എത്രത്തോളം കിടിലമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനായിരുന്നു സ്പീഡിൽ പറയുന്നത്. പക്ഷെ ഒരുപാട് പേർക്ക് അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്സിന്റെ എക്സസൈസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്പേഴ്സ് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കളിക്കും. അതായത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇത് അതാണ് എന്നുള്ള ഒരു ഇൻഡ്യൂഷൻ കിട്ടും. പക്ഷെ അതിന് നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ടാലേ പറ്റൂ. അപ്പൊ അതിന്റെ ഒരു അളവ്, നിങ്ങളുടെ വർക്കിന്റെ അളവ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പാനിക് ആവില്ല വേണ്ടത്. ഇത് കാണുമ്പോൾ 20% കൂടുതൽ കാണുമ്പോൾ 6/5 ആണ്. എന്താണ് കൂടുതൽ? ഇത് കൂടുതലാണ്. അപ്പൊ x + 25 ഓഫ് 270. അടിയിൽ എക്സ് പെർസെന്റേജ് വരും. പെർസെന്റേജ് എഴുതേണ്ട കാര്യമില്ല. 240 ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 9 എഴുതാം. ഇവിടെ 8 എഴുതാം. x + 25 ഉണ്ട്. ഇവിടെ 5 പോകും. ഇപ്പൊ 45x. ഇവിടെ 48x. ഇവിടെ x ഉണ്ട്. അപ്പം 3xന്റെ വാല്യൂ നമുക്ക് കിട്ടും 45 ഗുണം ഇവിടെ കിടക്കുന്ന 25. നമുക്ക് 3 വെട്ടുമ്പോൾ 15 ഗുണം 25. എക്സിന്റെ വാല്യൂ 325 ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇതിനകത്ത് 500 ആവും. 500 12% 60 ആണ്. ഇത് എത്ര മോർ ദാൻ 10%? 37 എത്ര കൂടുതൽ? എത്ര കൂടുതൽ? 22 കൂടുതൽ. അപ്പൊ അതായത് 50% കൂടുതലാണ്. 22 എന്ന് പറഞ്ഞാൽ 19 ആയിരുന്നെങ്കിൽ പോലും ഇതിന്റെ 50% ആണ്. 50% കൂടുതലാണ്. എന്നാൽ 22.37. 22 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുമ്പോൾ 37 കേൾക്കാം. 9ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 3 വരും. നിങ്ങൾക്ക് ചെയ്യുന്ന കുഴപ്പമില്ല. അപ്പൊ മാക്സിമം സ്പീഡിൽ ഇത് നിങ്ങൾ ഈ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും നിങ്ങളെക്കാൾ സ്പീഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ എഴുത്ത് എത്രത്തോളം സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാമോ അത്രത്തോളം എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്ത് എഴുതും. ഓക്കെ, ഇത് വന്നിട്ടുള്ള പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു ക്വസ്റ്റൻ ആണ്, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് മെയിൻസിന്റെ എക്സാമിന് ആയിക്കോട്ടെ പ്രിലിംസ് ആയിക്കോട്ടെ നിങ്ങൾ 3 റൗണ്ടിലായിരിക്കും ക്വസ്റ്റൻ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യമേ ഈസി ആയിട്ട് ക്വസ്റ്റൻ കണ്ടു, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റേഞ്ചിലുള്ളതാണ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടു, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ടൈം എടുക്കും, അത് മാർക്ക് ഫോർ റിവ്യൂ എടുക്കുക. വലിയ ലെങ്തി ആയിട്ടുള്ള ഒരുപാട് ലെങ്തി ആയിട്ടുള്ള നിങ്ങൾക്ക് അറിഞ്ഞൂടെ ആ സംഭവം അറിയത്തേ ഇല്ല, അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഈസി എല്ലാം ചെയ്യുക, രണ്ടാമത്തെ റൗണ്ടിൽ ആ ഒരു മാർക്ക് ചെയ്ത് ചെയ്യുക, മൂന്നാമത്തെ റൗണ്ടിൽ പിന്നെ ആ സ്കിപ്പായിട്ട് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും. അതുപോലെ 2 കിട്ടിയാൽ തന്നെ നിങ്ങൾ വളരെ ടോപ്പ് ലെവലിലോട്ട്. അങ്ങനെ ആയിരിക്കണം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് 3:5, ഓപ്ഷൻ ബി 4:5. ഞാൻ ഓപ്ഷൻ എഴുതുന്ന സമയത്തേക്ക് നിങ്ങൾ ഇത് വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. ഓപ്ഷൻ സി 3:4, ഓപ്ഷൻ ഡി 2:2. ഓക്കെ, ചെയ്ത് കഴിഞ്ഞോ? ചെയ്ത് നോക്കി. ഒരാൾ man ordered 10 physics books and some chemistry books. The price of a chemistry book is twice the price of physics book. While preparing the bill, clerk interchanged the number of physics and chemistry books by mistake, which decreased the bill by 12%. The ratio of the number of physics books to the number of chemistry books. അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എളുപ്പമായിട്ട് ചെയ്യാം. 10 ഫിസിക്സ് ബുക്ക് ഉണ്ട്, കെമിസ്ട്രി ബുക്ക് 600 എക്സ് ഉണ്ട്. ഇത് എണ്ണമാണ്. പ്രൈസ് ഓഫ് കെമിസ്ട്രി ബുക്ക് ഇസ് ട്വൈസ്. അപ്പം ഇതിന്റെ 2 രൂപയാണെങ്കിൽ ഫിസിക്സിന്റെ എത്രയാണ്? 10 ഫിസിക്സ്. ഓക്കെ, പ്രൈസ് ഓഫ് കെമിസ്ട്രി ബുക്ക്, ഇത് ഫിസിക്സും ഇത് കെമിസ്ട്രി ആണ്. പ്രൈസ് ഓഫ് കെമിസ്ട്രി ബുക്ക് ഈസ് ട്വൈസ് ദ പ്രൈസ് ഓഫ് ഫിസിക്സ് ബുക്ക്. ഇത് ഒന്നാണെങ്കിൽ എത്രയാണ്? 2 യൂണിറ്റ് ആണ്. അപ്പൊ ടോട്ടൽ എത്ര ആയിരുന്നു വരേണ്ടത്? 10ഉം 2x അല്ലെ, എക്സ് എണ്ണം 2 രൂപയ്ക്ക് 10 + 2x ആയിരുന്നു വരേണ്ടത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്തു? ക്ലർക്ക് നമ്പർ ഓഫ് ഫിസിക്സ് ബുക്കും നമ്പർ ഓഫ് കെമിസ്ട്രി ബുക്കും മാറ്റി. അതായത് ഫിസിക്സ് 2 ആക്കി, കെമിസ്ട്രി 1 ആക്കി. അപ്പൊ എത്ര വരും ബില്ല്? 20ഉം 20 + x. പുതിയ ബില്ല് 20 + x ആണ്, 20 + x ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താ വന്നേ? ബൈ മിസ്റ്റേക്ക്, വിച്ച് ഡിക്രീസ് ദ ബിൽ ബൈ 12%. 12% എന്ന് പറഞ്ഞാൽ എന്താ? 1/8 ആണ്. അപ്പൊ ആദ്യത്തെ 8 ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായി? 7 ആയി. ആദ്യത്തെ ബില്ല് 8 ആയിരുന്നെങ്കിൽ ഇപ്പൊ 1 കുറഞ്ഞ് 1/8 കുറഞ്ഞെന്നാ. 8ൽ നിന്ന് 1 കുറഞ്ഞ് എന്തായി? 7 ആയി. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടെ 8x, ഇവിടെ 14x. 14x - 8x 6xന്റെ വാല്യൂ കിട്ടും. എന്ത് കിട്ടും നമുക്ക്? ഇവിടെ 70ഉം ഇവിടെ 160. 70ഉം 160. 160 - 70 90 കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് 15 കിട്ടി. ചോദിച്ചിരിക്കുന്നത് എന്താ? ഇസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫിസിക്സ് ബുക്ക്. ഫിസിക്സ് ബുക്ക് 10 ആണ്, കെമിസ്ട്രി ബുക്ക് എത്രയാണ്? 15 ആണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ 2:3. എത്ര പേർക്ക് 2:3 കിട്ടി? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും. നമ്പർ ഓഫ് ലൈൻസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എഴുതുന്ന സമയത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ഓപ്ഷൻ എ 12%, ഓപ്ഷൻ ബി 10.71%. ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 11%. ഓപ്ഷൻ ഡി 0%. ഓക്കെ, ചെയ്യാൻ പറ്റും നോക്കേ വേഗം. യെസ്, ഓക്കെ, നമുക്ക് ചെയ്യാം. ഒരു സ്കൂളിൽ കുറച്ച് സ്റ്റുഡൻസ്, സം സ്റ്റുഡൻസ് ഫ്രം സെക്ഷൻ എ വേർ ഷിഫ്റ്റഡ് ടു സെക്ഷൻ ബി ആൻഡ് ദെയർ ബൈ, ഇപ്പോൾ ആവശ്യമില്ലാത്തൊന്നും വായിക്കണ്ട, ക്ലാസ് 10 എന്തോ ആയിക്കോട്ടെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സെക്ഷൻ ബി ഇൻക്രീസ് ബൈ 12%. ബട്ട് അറ്റ് ലേറ്റസ്റ്റ് സ്റ്റേജ് ഓൾ ഓഫ് ദം വേർ ഷിഫ്റ്റഡ് ബാക്ക് ടു സെക്ഷൻ എ ബൈ വാട്ട് പെർസെന്റേജ്? ഡെസിമൽ പ്ലേസ് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം കിടിലമാണ്. വിത്ത് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സെക്ഷൻ ബി ഡിക്രീസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എത്ര കൺസെപ്റ്റ് പഠിച്ചെന്ന് പറയാൻ, കൺസെപ്റ്റും വേണം, അതിൻ്റെ കൂടെ കാൽക്കുലേഷൻ സ്പീഡ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. എത്ര നിങ്ങൾ കൺസെപ്റ്റ് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് പ്ലസ് കാൽക്കുലേഷൻ അതായിരിക്കണം. അതാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. അപ്പൊ ഇവിടെ ഒറ്റ കാര്യം നമുക്ക് ഇവിടെ വേണ്ടുന്നുള്ളൂ, നമ്പർ ഓഫ് സ്റ്റുഡൻസ്
ഇൻക്രീസ് ചെയ്തു 12%. അതായത് എയിൽ 100 ആദ്യമേ 100 ഇപ്പൊ എന്തായി ബിയിൽ 112. ഇവരെ മൊത്തത്തിൽ കുറയ്ക്കുവാണ്, 12 പേരെ തിരിച്ചിറക്കുവാണ്. അങ്ങനെ ആവുമ്പോൾ 12 പേരെ ഇറക്കുമ്പോൾ ഈ ബിയിൽ ഇപ്പോൾ ഉള്ള ചേഞ്ച് എത്ര? ഓൾ ഓഫ് ദം സെക്ഷൻ എയിലോട്ട് പോയി എത്ര പെർസെന്റേജ് ബിയിൽ നിന്ന് കുറഞ്ഞു? ഇപ്പൊ 12 പേര് കുറഞ്ഞു, എത്രയില്? 112. ആദ്യം 100 ആയിരുന്നെങ്കിൽ ഇപ്പൊ 112 ഇപ്പൊ 112 12 പേരും അങ്ങ് പോവാണ്. 12 112 എത്ര ശതമാനം? ഇത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ 0 അല്ല, 10%. 10%ത്തിൽ കൂടുതലാണ്. 10% 11.2. ആൻസർ 10%ത്തിൽ കൂടുതലാണ്. പക്ഷെ 10%ത്തിൽ കൂടുതലാണ്. 11%ആണോ? 11% എന്ന് പറഞ്ഞാൽ എന്താ? 10% 11.2. 11% എന്ന് പറയുമ്പോൾ എന്ത് വരും? 1.12 വരും. 1.12 എന്ന് പറയുമ്പോൾ 12 കൂടുതലാവും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 10%ത്തിനും 11%ത്തിനും ഇടയ്ക്കാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ ബി ഉള്ളൂ. അവര് കറക്റ്റ് അപ് ടു 2 ഡെസിമൽ പ്ലേസിനോ 3 ഡെസിമൽ പ്ലേസിനോ എന്തോ പറഞ്ഞോട്ടെ. നമ്മളുടെ ഈ അപ്രോക്സിമേറ്റഡ് മെത്തേഡ് ഉണ്ട്, ഇതാണ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾ എവിടെ പഠിച്ചാലും ഒരിക്കലും ഇതിന്റെ കാൽക്കുലേഷൻ 12/112 വെട്ടി ഒരിക്കലും 2 വെച്ച് വെട്ടി 4 വെച്ച് വെട്ടി അങ്ങനെയൊന്നും ചെയ്യരുത്. ഇൻറ്റു 100 ഒക്കെ ചെയ്യരുത് ഒരിക്കലും. നിങ്ങളിപ്പോ ബേസ് ലെവലിൽ പഠിക്കുന്ന ആളായിരുന്നെങ്കിൽ പോലും ആ ലെവലിൽ എന്ത് ചെയ്യണം? പഠിച്ച് ബേസ് സെറ്റ് ആക്കണം. ഞാനാണ് ഫൗണ്ടേഷൻ ബാച്ചിൽ സെറ്റ് ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ അങ്ങനെ പോകുന്നത്. നമുക്ക് ഓപ്ഷൻ ബി ആൻസർ. ഇത്ര പേർക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്കും ആൻസർ പറഞ്ഞ് ഓപ്ഷൻ എ തരാം 2 ലക്ഷം, ഓപ്ഷൻ ബി തരാം 1.8 ലക്ഷം, ഓപ്ഷൻ സി തരാം 1.5 ലക്ഷം, ഓപ്ഷൻ ഡി തരാം 1.6 ലക്ഷം. എത്രയൊക്കെ ആൻസർ? ക്വസ്റ്റ്യൻ നോക്കി, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? വരുൺ 60% ഓഫ് ദ മണി ഹി ഹാഡ് ടു ഹിസ് വൈഫ്. വരുൺ കൊടുത്തു. ഓൾസോ ഗേവ് 20% ഓഫ് ദ റിമൈനിങ് എമൗണ്ട് ടു ഈച്ച് ഓഫ് ഹിസ് 3 ചിൽഡ്രൻ. 3 പേർക്കും ഒരേപോലെ. 3/5 ഓഫ് ദ എമൗണ്ട് നൗ ലെഫ്റ്റ് വാസ് സ്പെൻഡ് ഓൺ മിസ്ലേനിയസ് ഐറ്റംസ് ആൻഡ് ദ റിമൈനിങ് എമൗണ്ട് ഇത്രയാണ് ബാങ്കിലിട്ടു. ഹൗ മച്ച് മണി ഡിഡ് വരുൺ ഹാവ് ഇനിഷ്യൽ? എത്ര ഉണ്ടായിരുന്നു ഇനിഷ്യൽ? അപ്പൊ 100% ഈസി ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? 100% ഉണ്ടെങ്കിൽ 60%, 100 ഉണ്ടെങ്കിൽ 60% വൈഫിന് കൊടുത്തു. ബാക്കി 40% ഉണ്ട്. 40ന്റെ 20%, 40ന്റെ 20% കഴിഞ്ഞാൽ 8ആണ്. 8% ഉണ്ട്. അവന്റെ 8%, അവന്റെ പൈസയുടെ ഇനിഷ്യൽ പൈസയുടെ, അതാണ് ബേസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്തു? 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 20% ഓഫ് ദ റിമൈനിങ് എമൗണ്ട് ടു ഈച്ച് ഓഫ് ദ 3 ചിൽഡ്രൻ. അതായത് 40% ബാക്കിയുണ്ട് അതിന്റെ, അല്ലെങ്കിൽ 40 രൂപ ബാക്കിയുണ്ട്, അതിന്റെ 20% വെച്ച് 3 പേർക്കും കൊടുത്തു. എമൗണ്ട് ടു ഈച്ച് ഓഫ്, അങ്ങനെ 8% ഈ 8 വെച്ച് 3 പേർക്കും കൊടുത്തു. ബാക്കി എത്ര ഉണ്ട്? ഓൾറെഡി 60 പോയി, ബാക്കി 40 ഉണ്ട്. 40 27 പോയി, ബാക്കി 16% ഉള്ളൂ, അല്ലെങ്കിൽ 16 രൂപയുള്ളൂ. 100 ഉണ്ടെങ്കിൽ 16 യൂണിറ്റേ ബാക്കിയുള്ളൂ അല്ലെ? 8 വെച്ച് കൊടുത്തു. 40 ബാക്കി ഉണ്ടായിരുന്നു, 60 കഴിഞ്ഞിട്ട് 100 ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊക്കെ മൈൻഡിലാ ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 100 ഉണ്ടായിരുന്നെങ്കിൽ 60 പോയി, ബാക്കി 40ന്റെ 20% 8ആണ്. 8 വെച്ചിട്ട് അത് നോക്കിക്കോണം. 8നെ 8/3 അങ്ങനല്ല. 20% ഓഫ് ദ റിമൈനിങ് എമൗണ്ട് അതിൽ 8ആണ്. 8 വെച്ച് ഈച്ച് ഓഫ് ഹിസ് 3 ചിൽഡ്രൻ. 8 വെച്ച്, അത് ശ്രദ്ധിച്ചോണം. അതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങളെ കുഴക്കാനുള്ള, എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടാത്തതിനുള്ള കാരണം ചിലപ്പോൾ അതായിരിക്കും. ബാക്കി 16 ഉള്ളത്, 27 പോയി, ബാക്കി 16 ഉള്ളത്. ഈ 16ന്റെ 3/5 എന്ത് ചെയ്തു? സ്പെൻഡ് ചെയ്തു. ബാക്കിയുള്ളത് 16ന്റെ 2/5 ആണ്. 3/5 പോയി കഴിഞ്ഞാൽ ബാക്കി അതിന്റെ 2/5 ആണുള്ളത്. ടോട്ടൽ 1 ആണുള്ളത് എന്ന് വെച്ചാൽ 100%. അതൊക്കെ ബേസിക് ഫൗണ്ടേഷൻ ബാച്ചിൽ എന്താണ് ബേസ്, എന്താണ് പെർസെന്റേജ്, എന്താണ് ഫ്രാക്ഷൻ ആയിട്ടുള്ള ബന്ധം, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ 16ന്റെ 3/5 പോയി കഴിഞ്ഞാൽ 16ന്റെ 2/5 പാർട്ടാണ് നമ്മുടെ ഈ ബാക്കിയുള്ളത്. എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉള്ളതിന്റെ? 32/5. നേരത്തെ ഉണ്ടായിരുന്നതിന് 32/5 സാധനം നമ്മുടെ ഉണ്ട്. 100 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 32/5 ആണ് അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത്. അതാണ് തന്നിട്ടുള്ളത് 9600. നമുക്ക് വേണ്ടത് ഇനിഷ്യലി 100ന്റെ വാല്യൂ എത്ര? അപ്പൊ ഇത് 32 വെച്ച് 3, ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ 5 3 15, 15 കഴിഞ്ഞിട്ട് 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15 2 0, 100ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 15 2 0 2 0. അങ്ങനെ 15 കഴിഞ്ഞിട്ട് കുറെ 0 ആയിരിക്കും. 15 കഴിഞ്ഞിട്ട് കുറെ 0 വരുന്ന, അതായത് 1.5. ഓപ്ഷൻ സി ഉണ്ട് ആൻസർ. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആണെന്ന് ചോദിച്ചാൽ പെൻ ഫ്രീ ആണ്. എങ്ങനെ നിങ്ങൾക്ക് ഇത് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും? അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. 100 ഉണ്ടെങ്കിൽ 60 പോയി, ബാക്കി 40ന്റെ 20% 8 വെച്ച് 3 പേർക്ക് കൊടുത്ത് 27, ബാക്കി 16ന്റെ 3/5 പോയി, ബാക്കി 2/5, 32/5. അതൊക്കെ മൈൻഡിലൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവിടെ ട്രൈ ചെയ്താൽ മാത്രമേ ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 32/5 പാർട്ടിന്റെ വാല്യൂ ആണ് 96 സംതിങ്. 32 96 കാണുമ്പോൾ തന്നെ 3 മടങ്ങാം. അതൊക്കെ ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ കിട്ടും. 3 5 അപ്പുറത്തും, അത് 15 ആണ് 1 യൂണിറ്റ്. 100 യൂണിറ്റ് 15 കഴിഞ്ഞിട്ട് കുറെ 0 ആയിരിക്കും. ഓപ്ഷനകത്ത് 15 കഴിഞ്ഞിട്ട് കുറെ 0 വരുന്നത്. ഓപ്ഷൻ ഇങ്ങനെ 1 5 4 0. 15 കഴിഞ്ഞിട്ട് കുറെ 0 വരുന്ന ഇതുണ്ട് 1.5 ലാക്കേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്രാഷ് കോഴ്സിൽ, CGL ക്രാഷ് കോഴ്സിലൊക്കെ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ പെൻ ഫ്രീ പറയുമായിരുന്നു കുറെ പേർക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
ഇത്രയും ക്വാളിറ്റി ക്ലാസ് വന്നിട്ടും ഇതിന്റെ വ്യൂസ് കുറയാനുള്ള കാരണം ഇതാണ്. തല വർക്ക് ചെയ്യേണ്ടി വരും. ഈ ക്ലാസ്സിൽ ഇരുന്നാൽ തല വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, ഇങ്ങനെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആയിരിക്കും. കുറച്ച് ക്വസ്റ്റിന്റെ എണ്ണം കുറവായിരിക്കും, പ്രശ്നമില്ല. നിങ്ങൾ പഠിക്കുക, ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റും, പറ്റാത്തതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്തേ വേഗം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിർത്താം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പെർസെന്റേജിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ വേണ്ടി ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും ഇതും വെച്ച്. ഓക്കെ, ഇതൊന്ന് ചെയ്തേ. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, നിങ്ങൾ പറയണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് പറയണം. ക്വസ്റ്റ്യൻസ് വേണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് ഇവിടെ? Height of A is 20% more than that of B. Height of B is 20% less than that of C. Height of C is 30% more than that of D. Difference between height of C and A is 6.8. What is the height of B? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യം, ചിലപ്പോൾ ഇങ്ങനെ A B C D എന്നൊക്കെ എഴുതി നിങ്ങൾക്ക് തുടങ്ങും. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കും. ഇപ്പൊ ഇവിടെ ആരിലേക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് സി ആൻഡ് എ. എയുടെയും സിയുടെയും കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡി എന്ന് പറയുന്ന പയ്യന്റെ ഒരു ആവശ്യമില്ല. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്, ബന്ധങ്ങളാണ്, റിലേഷനിലാണ്. ഇപ്പൊ ഡി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബന്ധവും നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ ഡിയുടെ കാര്യം നിങ്ങൾ നോക്കിയേ വേണ്ട. നമുക്ക് ആരൊക്കെ മതി? എയും ബിയും സിയും മതി. ഇപ്പൊ സി എന്ന് പറയാം. ബി is 20% ലെസ് ദാൻ സി. ഇപ്പൊ സി 100 ആണെങ്കിൽ 20% കുറച്ച് 80 ബി എന്ന് പറയുന്നത്. എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 20% മോർ ദാൻ ബി. പിന്നെ 20% എന്ന് പറഞ്ഞാൽ 16 കൂടുതൽ 96 ആണ്. ഇത് തന്നിട്ടുള്ള എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് സി ആൻഡ് എ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? 4 യൂണിറ്റ്. 4 യൂണിറ്റിന്റെ വാല്യൂ ആണ് 6.8 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്ര സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 80 യൂണിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 ആണ് അല്ലെ? 17 ആണ്. 17 ഗുണം 1.7 ആണ്. ഒരു 0 പോയി 17 8 136. 80 56 136 സെന്റിമീറ്റർ. ബിയുടെ 136 സെന്റിമീറ്റർ ആണ്. ഡിയും കൂടെ കൊണ്ടുവന്നാൽ അവിടെ എന്ത് ചെയ്യും? നിങ്ങൾ 30% എടുക്കാൻ നിന്നാൽ ഇതിന്റെ ഒരു ആവശ്യമില്ല. ഒരു ആവശ്യവും ഇല്ല. 30% എടുക്കാൻ നിന്നാൽ എന്ത് ചെയ്യും? വീണ്ടും അങ്ങോട്ട് പോകേണ്ടി വരും. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് കൂടെ ഇതിന്റെ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 3/8. ഇതൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. ഓപ്ഷൻ ബി 3/11. കുറച്ച് വ്യത്യാസം, പണ്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഓപ്ഷൻ ഡി 5/8. എങ്ങനെ ചെയ്യാൻ പറ്റും? ചെയ്തേ. ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഇസ് ഇൻക്രീസ് ബൈ ഇത്രയും പെർസെന്റേജ്. ഡിനോമിനേറ്റർ ഇസ് ഇൻക്രീസ് ബൈ ഇത്രയും പെർസെന്റേജ്. ഇത്രയാവും ഫൈൻഡ് ദ ഫ്രാക്ഷൻ. അപ്പൊ നേരത്തെയൊക്കെ ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ വലുതായി വരത്തില്ലായിരുന്നു, ചെറിയ വാല്യൂ വരത്തില്ല. ഒരു സാധനം 25% കൂടി എന്ന് പറഞ്ഞാൽ എന്താവും? അത് എക്സ് ആയിരുന്നെങ്കിൽ എക്സിന്റെ 25% 1/4 ആണ്. 5/4 മടങ്ങാവും. വൈയുടെ എത്രയായി? 31 1/4% കൂടി. 31 1/4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 31 × 4 127 125/4 പിന്നെ 2 0 പെർസെന്റേജ് 2 0 125/400. 25 വെച്ച് കിട്ടുമ്പോൾ 5/5/16. 16 × 25 ആണ് 400. 125 എന്ന് പറഞ്ഞാൽ 25 × 5 ആണ്. 5/16. 5/16 ആണ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ വാല്യൂ. ഇൻക്രീസ്ഡ് ബൈ 5/16. അതായത് 16 ഉള്ളത് 5 കൂടി 21 ആയി. ഇൻക്രീസ്ഡ് ബൈ എന്നുവെച്ചാൽ എത്ര മടങ്ങാവും? 21/16. ഈ കാര്യങ്ങളൊക്കെ പെർസെന്റേജിന്റെ ബേസ് ആണ്. അതറിയാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് എന്ത് തന്നിട്ടുള്ളത്? 5/16 തന്നിട്ടുള്ളത്. അപ്പൊ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് x/y കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒറിജിനൽ ഫ്രാക്ഷൻ x/y ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയാം. ഇവിടെ 4ഉം ഇതുമായിട്ട് വെട്ടി 4 വന്നു. പിന്നെ ഓക്കെ, ഈ 5ഉം ഇവിടുത്തെ 5ഉം പോയി. ഇനി ഈ 4 മേളിൽ പോകും. ഓക്കെ, 4 മേളിൽ പോകും. ഓക്കെ, 4 മേളിൽ പോകും. ഈ ഇതും 7 വെച്ചിട്ടുമ്പോൾ 2, 7 വെച്ചിട്ടുമ്പോൾ 3. അപ്പൊ x/y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x/y എന്ന് പറഞ്ഞാൽ ഈ 4 അങ്ങ് മേളിൽ പോകും. 2 അവിടെ തന്നെ നിൽക്കും അല്ലെ? ഇവിടെ 3 ഉണ്ട്. ഇത് 4/3. 4/3 വരും. ഇവിടെ 2 നിൽക്കും. 3/8 അല്ലെ? 4 അങ്ങ് മേളിൽ പോകും. ഈ താഴെ കിടക്കുന്ന 4 ഉണ്ടല്ലോ, ഇവൻ അങ്ങ് മേളിൽ പോകും. അതായത് y × 3/4 ആണ്. 4/3. 4 മേളിൽ കാണും, 3 താഴെ കാണും, 2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 3 ഇങ്ങോട്ട് പോകും, 3 ഇങ്ങോട്ട് പോകും. ഈ 4 ഇവിടെ കഴിയുന്ന 4 ഇങ്ങോട്ട് വരും. അപ്പൊ 3/8. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വെട്ടി വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ 3/8 ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളുടെ CGL നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ബാച്ച് പഠിച്ചു കഴിഞ്ഞാൽ, CGL സെറ്റായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും, ഇവൻ റെയിൽവേയിലെ എല്ലാ എക്സാംസിനും ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതേപോലെ CGL SSCയുടെ എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും.
ആ ഒരു ഡെഡിക്കേഷൻ മാത്രമാണ്. നിങ്ങൾ ആ ക്ലാസ്സിലെടുത്ത് കണ്ടു നോക്കുക. അതിന്റെ ഗുണം നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓരോ ക്വസ്റ്റ്യനിലും മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഇതിന്റെ ഓപ്ഷൻ ഞാൻ തരാം. ഓപ്ഷൻ എ 2400, ഓപ്ഷൻ ബി 2420, ഓപ്ഷൻ സി 2440, ഓപ്ഷൻ ഡി 2240. ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ ഇത് കമന്റ് ആയിട്ട് നിങ്ങൾ പറയണം. ഓക്കെ, കമന്റ് ആയിട്ട് പറയണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനോട് ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് 2 ക്വസ്റ്റ്യനും നിങ്ങൾ കമന്റ് ആയിട്ട് പറയണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്ക് പറയുന്നത് വേറെ ഒന്നിനുമല്ല, നിങ്ങൾക്ക് എത്രത്തോളം അത് യൂസ്ഫുൾ ആയി, അടുത്ത ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, യൂസ്ഫുൾ ആയെങ്കിൽ വീണ്ടും ക്ലാസ്സുകൾ തരാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി കൂടെയാണ്. ഓക്കെ, അതുകൊണ്ട് ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് തരിക. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകളൊക്കെ നിങ്ങളെടുത്ത് കണ്ട് പഠിച്ചു തുടങ്ങുക. ഒരു 5 ക്ലാസ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വിലയിരുത്തുക, നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടോ, വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. പറഞ്ഞിട്ടുള്ള ആ ഒരു കാണിച്ച പ്ലേലിസ്റ്റിലെ എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. എല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ആർക്കും ക്ലാസ് എടുക്കാൻ പറ്റിയില്ല എന്ന് പറയരുത്, എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.